ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചീരത്തോരൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ പേരാണ് പൊന്നാങ്കണ്ണി ചീര. നമ്മൾ ഈ സാധാരണ ചീരകളൊക്കെ ഈ വലിയ ഇലയുള്ളതല്ലേ, പച്ച, ചുമപ്പ് ഒക്കെ നമ്മൾ മേടിക്കാറുള്ള. ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി എന്നാണ് കേട്ടോ. ഇത് ചെറിയ ചീരയാണ്. ഇത് ഇച്ചിരി പറിച്ചെടുത്ത് നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് എല്ലാവരും കൂടെ ഉത്സാഹിച്ച് ഇലകളൊക്കെ പറിക്കുവാണെങ്കിൽ നമുക്കിത് നല്ലൊരു ചീരത്തോരൻ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഗുണം ഭയങ്കര നല്ല ഗുണമാണ് കേട്ടോ. ഇത് കണ്ണിനും ലിവറിനും പിന്നെ ഷുഗറുകാർക്കും ഒക്കെ നല്ലതാണ്. കൂടുതൽ ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഉറക്കമില്ലായ്മയൊക്കെ ഇല്ല ചില ആൾക്കാർക്കൊക്കെ, അവരിത് കഴിക്കുവാണെങ്കിൽ അവരുടെ ആഹാരത്തിൽ എല്ലാ ദിവസവും ഇത് ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ റെസിപ്പിയിലോട്ട് പോകാം. ഇതാ ചീരയെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പാണിത്. ഇത് ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളകോ കാന്താരി മുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതും ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് തേങ്ങ. വെള്ളം ഒത്തിരി ചേർക്കല്ല. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചീരയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേക്ക് ഇട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ചീര അരപ്പും എല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ, ഒത്തിരി ഇടണ്ട. പിന്നെ കുറച്ച് ഉപ്പ് ഇപ്പം കുറച്ചിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. അപ്പോൾ ആദ്യമേ ഒത്തിരി ഉപ്പ് ഇടല്ലും കേട്ടോ. അത് കഴിഞ്ഞ് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, ഈ മഞ്ഞൾപ്പൊടി എല്ലായിടത്തേക്കും പറ്റുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ ഒരു മുട്ട ചേർക്കുന്നതേ കാണുന്നുള്ളൂ. പക്ഷേ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്, എന്നാൽ അത് ഞാൻ റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പോൾ 2 മുട്ടയും ചേർത്ത് ഇതുപോലെ ചിക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ചിക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണേ. കണ്ടോ, ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു രുചിയായിരിക്കും കേട്ടോ ഈ ചീരത്തോരന്. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് മുട്ട ചേർക്കണ്ട. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെസിപ്പിയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.